ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ് ആൻഡ് വീട് ഷിഫ്റ്റിംഗ് വ്ളോഗൊക്കെയാണ് കാണുന്നത്. സോ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ആവുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് റെൻറ്റഡ് ഹൗസ് തന്നെയാണ്. അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് റീസൺസ് കാരണം നമ്മൾ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ച സമയത്തുള്ള വീഡിയോ ആണിത്. ഇത് എടുത്തിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. സോ നമ്മൾ പാക്കിങ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെ കിട്ടിയ ഗ്യാപ്പിലാണ് എടുത്തിട്ടുള്ളത് വീഡിയോ. പിന്നെ ബേബിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യലും അതേപോലെ പാക്കിങ് ചെയ്യലും. പാക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമുക്കൊരു ഹൗസ് കിട്ടിയത് അതുപോലെ ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു ഇത്. സോ അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിലായിരുന്നു ഞങ്ങൾ. ബാക്ക് ടു ബാക്ക് ഒരുപാട് വർക്ക് ഇങ്ങനെ പെൻഡിങ്ങിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ അവസാന നിമിഷം വരെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഞങ്ങൾ സെറ്റാക്കി എടുത്തു. എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മാറിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞുവാവിനെയും കൂടെ ബേബീനെയും കൂടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട അതായിരുന്നു. കാരണം ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ടൈമിൽ. വേറെ ആരും അങ്ങനെ ഹെൽപ്പിനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വലിയ വലിയ സാധനങ്ങൾ, അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കട്ടിൽ, അപ്പം അങ്ങനെയുള്ള വലിയ ഐറ്റംസും കുറേ കിച്ചണിലുള്ള പാത്രങ്ങളും വലിയ വലിയ ബാഗും ഡ്രസ്സസിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് വലിയ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വേറെ വീട് മാറിയിട്ടുണ്ട്. മാറിയ ശേഷം ഉള്ള ഒരു പൂജയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ വിനായകർ ചതുർത്ഥീൻ്റെ ഡേയിൽ ഞാൻ എടുത്ത ഒരു ക്ലിപ്പിങ്ങാണിത്. അപ്പോൾ ഈവനിങ് ടൈമിൽ ഒരു ചെറിയ ഒരു പൂജ ചെയ്യാണ്. നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു രസം എനിക്ക് ചെയ്ത് നോക്കാനായിട്ട്. നമ്മൾ ഇതുവരെ നമ്മളായിട്ട് മാരേജ് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ ഇത് എപ്പോഴും ചെയ്യാറുണ്ടെങ്കിലും അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്നും ഇതൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പം ഞാനും ഇവരും മാത്രം ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളിതൊക്കെ ചെയ്തു. ഒരു കുട്ടി വിനായകരെ നമ്മൾ മേടിച്ചു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിനായകരെ വാങ്ങിച്ച് നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കൽപ്പാത്തി പുഴയിൽ നമ്മൾ എന്നെ കൊണ്ടുപോയിട്ട് ഒഴുക്കി വിടുക ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഗണപതി സിൽക്സ്, പാലക്കാടുള്ള ഗണപതി സിൽക്സിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോകുന്ന സമയത്ത് നൈറ്റ് ആയാൽ പോലും എന്താ അറിയില്ല, ഓണം ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആ സമയത്ത് നല്ലോണം ട്രാഫിക് ഉണ്ടായിരുന്നു. അടിപൊളി ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സസൊക്കെ നോക്കാൻ പോയെങ്കിലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിക്ക് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് ഡ്രസ്സസൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊരു നമുക്ക് എടുത്ത് നോക്കാനുള്ള രീതിക്കൊന്നും കുറച്ചൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിപ്പോൾ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ഓണം ടൈമിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. കുട്ടികൾക്കുള്ളതൊക്കെ ഒരുപാടുണ്ടെങ്കിലും ലേഡീസിന് പറ്റിയിട്ടുള്ളത്, അങ്ങനെ ഗേൾസിന് പറ്റിയിട്ടുള്ള ടോപ്സൊക്കെ ഉണ്ട്. എന്നാലും നമുക്കങ്ങനെ ഒരു തൃപ്തിപ്പെട്ടില്ല. അപ്പം ഞാൻ ബേബിക്കുള്ള ഒരു ഡ്രസ്സ് മാത്രം എടുത്തു. പിന്നെ അവിടെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് തിരക്കാണ് കേട്ടോ. പക്ഷെ അവിടെ അതിന് ശേഷം പിന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഉത്രാട ദിവസം ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു
കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരുവോണം ദിവസം നമ്മൾ കാലിക്കറ്റിലായിരുന്നു. അവിടെ ഓണസദ്യ കഴിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ അമ്മയുടെ ഫാമിലിയാണ് ഫുള്ളായിട്ട്. എൻ്റെ ചെറിയമ്മയുടെ മകളുടെ വീടാണിത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈവനിങ് തന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും പോലെ തന്നെ ഓണത്തിന് അതിനേക്കാളും എക്സ്ട്രാ തിരക്കാണ് ഉണ്ടായിരുന്നത്. ബീച്ചിൽ ഫുൾ ആൾക്കാരായിരുന്നു. പക്ഷെ അത് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും വേറെ ബീച്ചസിലൊക്കെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപാട് റഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടാറില്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കണ്ണിൽ കാണുന്ന ദൂരം വരെയും ഷോപ്പ് തന്നെയാണ്, കുഞ്ഞു കുഞ്ഞു കടകൾ തന്നെയാണ്. മറ്റേ മാങ്ങയും ഉപ്പിലിട്ട ഐറ്റംസ് ഇല്ല, അത് വെക്കുന്ന കടകൾ തന്നെ ഫുള്ളും ഉള്ളത്. ഞങ്ങളവിടെ പോയിട്ട് പിന്നെ മേടിച്ചത് ഇതായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ കാലിക്കറ്റ് യാത്ര ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ലെങ്കിലും പോയവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.